വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറിയോ ചോക്ലേറ്റ് സ്ട്രോബെറി മൂസ് കേക്ക് ആണ്. അപ്പം ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് സ്വന്തമായിട്ട് വീട്ടിൽ ഓവൻ ഇല്ലാത്തത്. ഓവൻ ഇല്ല എങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഒരു മൂസ് കേക്ക് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. Here is the recipe. Let's go to the bake shop. ആദ്യം തന്നെ നമ്മുടെ ഐസിലോട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ജെലാറ്റിൻ ലീഫ് ഇട്ട് വെക്കുക. ജെലാറ്റിൻ ലീഫ് ഇല്ലാത്തവർക്ക് ജെലാറ്റിൻ പൗഡർ ഉപയോഗിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒറിയോ കുക്കീസ് നല്ലവണ്ണം പൗഡറാക്കി എടുക്കുക. പൗഡറാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബട്ടർ അതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഡോ ആക്കി എടുക്കുക. ഇനി നമുക്ക് ഒരു കേക്ക് റിങ് എടുത്ത് ആ കേക്ക് റിങ്ങിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കേക്ക് റാപ്പ് വെച്ച് അതിൻ്റെ അകത്ത് ഒറിയോ നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് അത് ലെവലാക്കാം. ലെവലായിരിക്കുന്ന കുപ്പിയുടെ അടപ്പ് വെച്ചാണ് ഞാനത് ബേസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈക്വൽ ആവാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം സ്പാച്ചുല ഉപയോഗിച്ച് സൈഡിലൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ ആ ബട്ടർ സെറ്റ് ആവുന്നതുകൊണ്ടാണ് ആ ബേസ് സ്ട്രോങ് ആവുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് സാധാരണ ചോക്ലേറ്റ് അല്ല, മിൽക്ക് ചോക്ലേറ്റ് ആട്ടോ ഉപയോഗിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് മൊത്തത്തിൽ മെൽറ്റ് ആവണമെന്നില്ല കേട്ടോ. ഒരു 80% മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് എടുത്ത് താഴെ വെക്കാം. കാരണം ആ ഗ്ലാസ് ബോളിൻ്റെ ചൂട് കൊണ്ട് ബാക്കി മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഹോൾ എഗ്ഗ് നമുക്ക് നമ്മുടെ ബോയിലായിരിക്കുന്ന വാട്ടറിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം വിസ്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പാസ്ചറൈസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എഗ്ഗിൻ്റെ അകത്ത് ബാക്ടീരിയ ഗ്രോ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റോ എഗ്ഗ് ഡയറക്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ക്രീം എടുത്ത് ഞാൻ ചൂടാക്കിയായിരുന്നു. ആ ചൂടാക്കിയ ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ എഗ്ഗ് നല്ല പാസ്ചറൈസ് ആയിട്ടുണ്ട്. ശരിക്കും ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസിൽ വരെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. ഫാരൻഹൈറ്റ് ആണ് 80 മുകളിൽ വേണം. അതിനുശേഷം നമ്മുടെ ജെലാറ്റിൻ ഇപ്പോൾ നമ്മൾ ഐസിലിട്ട് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ നമുക്ക് നമ്മുടെ എഗ് മിക്സ്ചറിലോട്ട് ഇടാം. എഗ് മിക്സ്ചറിലോട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ബോയിലിംഗ് വാട്ടറിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ജെലാറ്റിൻ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിലോട്ട് നമ്മൾ പാസ്ചറൈസ് ചെയ്ത എഗ്ഗ്, ഇപ്പോൾ പാസ്ചറൈസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഫോമി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്രീം ഒന്നും ആഡ് ചെയ്യാത്തത്. ഇത് നല്ലോണം ഫോൾഡ് ചെയ്യുക. അത് ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും എഗ്ഗിലോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. ഈക്വൽ അളവുള്ള സ്ട്രോബെറിയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒറിയോ കുക്കീസിന് മുകളിൽ നമുക്ക് സ്ട്രോബെറി വെക്കാനുള്ളതാണ്. അപ്പോൾ ഈക്വൽ ആയിരുന്നാലേ ഉള്ളൂ നമ്മൾ മൂസ് ഒഴിക്കുമ്പോൾ അത് ലെവലായിട്ടിരിക്കത്തുള്ളൂ. ചോക്ലേറ്റ് മൂസ് എല്ലായിടത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിന് മുകളിൽ ഗനാഷ് ഒഴിക്കാം. ഇപ്പോൾ ഈ ഗനാഷിൻ്റെ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഷേവിങ് ഉണ്ടാക്കാം. ഒരു റൗണ്ട് കട്ടർ എടുത്ത് ചോക്ലേറ്റ് മുകളിൽ ബലമായിട്ട് നമ്മളൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേവിങ് കിട്ടും. ഇതിങ്ങനെ കിട്ടുന്നൊരു ടെക്നിക്ക് കൂടെ ഉണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചർ വെച്ച ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഷേവിങ് സിമ്പിളായിട്ട് കിട്ടുന്നത്. ഫ്രിഡ്ജിലൊന്നും വച്ചതാണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ വരത്തില്ല. റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേവിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡ് കണ്ടോ, ഇത് സൈഡ് ഒരു ഡിസൈനാണ്, ഒരു ടൈപ്പ് ഡിസൈനാണിത്. സാധാരണ മൂസിൻ്റെ സ്ട്രക്ചറുള്ള ഡിസൈനാണ്. ഇനി ആർക്കെങ്കിലും കേക്കിൻ്റെ സ്ട്രക്ചറാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് സൈഡ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. Now ready to serve. Thank you for creating with me in the bake shop. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ
എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച നമ്മുടെ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you next time.